ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. നമ്മളുടെ കഥ പറയുന്ന ആദ്യത്തെ ദിവസമാണ്. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ മുത്തങ്ങയിലെ ഒരു വലിയ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാട്ടോ. എൻ്റെ പൊന്നു ചങ്ങായി പോലീസരും വരും. എൻ്റെ പൊന്നു പോലീസുകാരെ പുറക്കൊന്നും വന്നേക്കില്ല. ഞാൻ എൻ്റെ പുരൻ്റെ പറമ്പത്ത് വളരെ കഷ്ടപ്പെട്ടൊരു ടെൻറ്റും വണ്ടിയെല്ലാം കയറ്റി എല്ലാം സെറ്റപ്പ് ആക്കി ഒരു കഥ പറഞ്ഞ് സെറ്റപ്പ് ആക്കിയതാണ്. നേരെ വേക്കില്ല എൻ്റെ പുരയാണ്. ഇനി ഞാൻ മുത്തങ്ങയിൽ യാത്ര ചെയ്യുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് പുറക്ക് വന്നേക്കല്ലേ. അപ്പം എന്താ പറയുക, ഇത് സംഭവം നിങ്ങൾ ഞാൻ ഇവിടുന്ന് കോപ്പി അടിച്ചതാണോ എന്ന് പലർക്കും സംശയം ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ആണ്, പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ കോപ്പി അടിച്ചാട്ടോ. കാരണം ഈ ടെൻറ്റൊക്കെ ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കാണ്ട് വെച്ചതാണ്. നമ്മളൊരു കഥ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വേണ്ട അല്ലേ. കാരണം നമ്മൾ ഒരു ഭക്ഷണം എത്ര സ്വാദുണ്ടെങ്കിലില്ലേ, അത് വിളമ്പുന്ന ഒരു രീതിയുണ്ട്. വിളമ്പുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ വിളമ്പുന്ന ഇത്, അതിലൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അതാണ് ഞാൻ ഏതായാലും ഇന്ന് രാവിലെ മുതൽ വെയിലത്ത് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള വസ്തുക്കളാണ്, ഞാൻ ഒന്നും പുറത്തുനിന്നൊന്നും ഇറക്കിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ കേരള ടു നേപ്പാൾ ഹിച്ച് ഹൈക്കിൻ്റെ വിശേഷങ്ങളാണ്. ഒരു എപ്പിസോഡ് കൊണ്ട് തീരും തോന്നുന്നില്ല, തുടർന്ന് എപ്പിസോഡുകളിലൂടെ നമുക്കത് പൂർത്തിയായിരിക്കാം കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു മാറ്ററാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്നിട്ട് കാണും കേട്ടോ. 2018 ഓഗസ്റ്റിൽ ഞാൻ ശരിക്കും ദുബൈയിൽ 2 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട്. കാരണം ദുബൈയിൽ നിന്ന് ഞാൻ കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു ബൈക്ക് യാത്ര പോകുന്നത് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ദുബൈയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് ബൈക്കിൻ്റെ ആൾക്കാരെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അവിടെ ജോലി ചെയ്തിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി തിരിച്ചങ്ങനെ 2018 നാട്ടിൽ വന്നു. അതിനിടയിൽ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് നടന്നു. പിന്നെ ഇൻസിഡൻറ്റ് നടന്നു, നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആയി. പക്ഷെ എന്നാലും ഈ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, ഒരു വേൾഡ് റൈഡ് നടത്തണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ തന്നെ പിടിച്ചു വന്നു. 2018 ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ നാട്ടിൽ ഒരുപാട് ആൾക്കാരോടൊക്കെ ചോദിച്ചു സ്പോൺസർഷിപ്പ് കിട്ടുമോ, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്. ഞാൻ ഗ്രാഫിക്സ് ഡിസൈനിങ്ങിൻ്റെ ഷോപ്പിലൊക്കെ പോയി ഒരു ഐറ്റിനറിയൊക്കെ ക്രിയേറ്റ് ചെയ്തു. ആ ഐറ്റിനറി തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത് കേട്ടോ, എൻ്റെ റൈഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട്. ഐറ്റിനറി എടുത്ത് കാണിച്ചു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ മാനസികപരമായിട്ട് ഒരുപാട് തകർന്നു പോയി. കാരണം ഞാനൊരു 2 വർഷത്തോളം ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യം എനിക്ക് നടക്കുന്നില്ല. പോരാതെ ഒരുപാട് ആൾക്കാർ കളിയാക്കുകയും ചെയ്യും, നിന്നെക്കൊണ്ട് പറ്റുമോ, നീ ആരാടാന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഒരു നമുക്ക് മാനസികപരമായിട്ട് നമ്മൾ തകരുന്ന സിറ്റുവേഷൻ. പിന്നെ അതിനിടയിൽ ഞാൻ കല്യാണം കഴിച്ചിരുന്നു കേട്ടോ. എൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞിരുന്നു. അപ്പോൾ സെക്കൻഡ് മാരേജൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ്. അപ്പോഴും എനിക്ക് യാത്ര വിടാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ സെക്കൻഡ് മാരേജിൻ്റെ സമയത്ത് ഞാൻ ആകെ വെച്ചൊരു നിബന്ധന 2 കാര്യത്തിൽ എന്നെ കൺട്രോൾ ചെയ്യരുത്. ഒന്ന് ബൈക്സ്, മറ്റേത് ട്രാവൽ. ഈ 2 കാര്യത്തിന് മാത്രം എന്നെ കൺട്രോൾ ചെയ്യരുത്. കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ഉപ്പാനോടും പറഞ്ഞു. ബ്രദർ പറഞ്ഞു ഓക്കെ, ഉപ്പ പറഞ്ഞു ഓക്കെ. അന്നും ഇന്നും അവർ ഈ 2 കാര്യത്തിൽ എന്നെ കൺട്രോൾ ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ വിജയം. അപ്പം ഞാനങ്ങനെ എനിക്ക് എന്താ ചെയ്യേണ്ടത് തീരുന്നില്ല. കാരണം പൈസ ഇല്ല, പോകാൻ പൈസയൊന്നും ഇല്ല, ആരുടെ പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ കരുതി പൈസ ഇല്ലാഞ്ഞിട്ടാണല്ലോ ആൾക്കാർക്ക് എന്നെ ഇത് തരാതെ, സ്പോൺസർഷിപ്പ് തരാതെ, പൈസ ഇല്ലാതെ യാത്ര പോകും. അങ്ങനെയാണ് പണമില്ലാത്ത യാത്ര എന്നൊരു ആശയം വന്നത്. അന്ന് എൻ്റെ ഫ്രണ്ട് വൈകുന്നേരം ലമീർ, തലശ്ശേരിയില്ല, ലമീർ ബാംഗ്ലൂരിലേക്ക് അവൻ്റെ വണ്ടിയുടെ എന്തോ ഒരു സാധനം വാങ്ങാൻ പോകുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ അതിൽ ബാഗിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ടു അവൻ്റെ പുറകിൽ വിട്ടു. 5 പൈസ കയ്യിലെടുത്തില്ല. 5 പൈസ എൻ്റെ കയ്യിലായിരുന്നു. കാർഡ് വരില്ല. ബാംഗ്ലൂരേക്ക് പോയി ലമീറിൻ്റെ അവൻ്റെ കൂടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി എന്നെ അവിടെ, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിജാസ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ആ ഒരു ഐസൊലേഷൻ വാർഡിൻ്റെ വീഡിയോയിൽ കാർ എടുത്ത് വന്നിട്ടില്ലേ, ഇവിടെ ബ്രോ ആണ്. അങ്ങനെ അവൻ എന്നെ പിക്ക് ചെയ്തു. അവൻ്റെ റൂമിലേക്ക് പോയി അവിടെ സ്റ്റേ ചെയ്തു. ഞാൻ അവനോട് സിജു ഇതാന്ന് എൻ്റെ പ്ലാൻ, ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കാതെ. അപ്പോഴും എൻ്റെ മനസ്സിൽ നേപ്പാളെന്നുള്ള ചിന്തയില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കാം, എനിക്ക് പൈസ ഇല്ല എൻ്റെ കയ്യിൽ, എനിക്ക് പോകണം. പൈസ ഇല്ലാണ്ടാണ് ഓരോരുത്തന്മാർ എന്നെ സ്പോൺസർഷിപ്പ് കട്ട് ചെയ്തത്. എന്നുവെച്ചാൽ എനിക്ക് തരാത്തത്. പൈസ ഇല്ലാതെ എങ്ങനെ പോകാമെന്ന് കാണിച്ചു കൊടുക്കണം. അവൻ പറഞ്ഞാൽ അതെല്ലാം പറ്റുമോ, പൈസ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നാട്ടിൽ പോകാൻ പറ്റുമോ? കാരണം അന്ന് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അതിനുശേഷമാണ് മലയാളികൾ ശരിക്കും ഇറങ്ങിയത് തന്നെ. നമ്മൾ നോക്കാം നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ സിജു എന്ത് ചെയ്തു, സിജു എന്നെ ഹൈദരാബാദ് റോഡിൽ അവിടെ ബാംഗ്ലൂർ ഹെബ്ബാൾ എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ ഡ്രോപ്പ് ചെയ്തു. അപ്പം ഹെബ്ബാളിൽ ഞാൻ പോയി നിന്നു വരുന്ന വണ്ടിക്ക് കൈ കാണിക്കാൻ തുടങ്ങി. എൻ്റെ ഉപ്പാൻ്റെ വീട് ആ റോഡിൽ തന്നെയാണ്. എൻ്റെ ഉപ്പാൻ്റെ ഫാമിലി ഉണ്ട് ഒരു എന്താ പറയുക ബാഗേപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, ആ ഒരു ഹൈദരാബാദ് റോഡിൽ ബോർഡറിനടുത്തായിരുന്നു. ഞാൻ പോകുന്ന വണ്ടിക്ക് കൈ കാണിക്കാൻ തുടങ്ങി. കൈ കാണിച്ചു. പിന്നെ ലോറിക്കാരൻ നിർത്തി തന്നു. അപ്പം ഓന് സംഭവം പൈസ കിട്ടുമെന്ന് നോക്കാൻ നിർത്തിയത്. ആ ലോറിയിൽ ഞാൻ ലോറി കയറി ഇരുന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു യാത്ര തുടങ്ങലാണ്.
ടെൻഷനോ പേടിയോ ഒന്നുമില്ല. എനിക്ക് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആരൊക്കെയാണോ എന്നെ തോൽവി എന്ന് പറഞ്ഞത്, നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അവർ വീറും വാശിയായിരുന്നു. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെക്കാൾ കൂടുതലായി നമ്മൾ വിജയത്തിന് കാരണമാകുന്നത് നമ്മുടെ ശത്രുക്കളാണ്. ഒരു സുഹൃത്ത് ചിലപ്പോൾ 10% നമ്മളെ പുഷ് ചെയ്തിടും വിജയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു ശത്രു നമ്മൾ എവിടെ നിർത്തിയിട്ട് നമുക്ക് പിന്തിരിയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു മുഖം അല്ല അവളുടെ ആ ഒരു മുഖം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പൂർവ്വശക്തിയോടുകൂടി ഇനിയും പോകും. അതിനെ സംഭവിച്ചു. എനിക്ക് തിരിഞ്ഞു വരാനൊന്നും ആഗ്രഹമില്ലായിരുന്നു. ജയിക്കണം എന്ന് തന്നെയായിരുന്നു. അവിടെ നിന്ന് നേരെ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ സ്റ്റേ ചെയ്തു. എനിക്ക് പൈസ എക്സ്പെൻസ് ഒന്നുമില്ല. ലോറിക്കാരോട് ഞാൻ പറഞ്ഞു ഭയ്യ മേബി നേപ്പാൾ ജാരെ. നേപ്പാൾ എന്നുള്ള എൻ്റെ കൺസെപ്റ്റ് എനിക്കൊന്ന് സിജുവിൻ്റെ അടുത്തുനിന്നാണ്. അവിടെ നോക്കുമ്പോൾ നേപ്പാളിലേക്ക് പോയിട്ടാണ് വെച്ചു. മേബി നേപ്പാൾ ജാരാ ഭയ്യ മേരെ പാസ് പൈസ നീ. അവനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പൈസ നീയത് ക്യാ കർ സക്താ ഭയ്യ. അപ്പോൾ അവന് സംഭവം മനസ്സിലായി. അവനെ ഒന്നും വേണ്ട, നിന്നെ ഇറക്കത്തിലാണ്. ആ സമയത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് യാത്ര ചെയ്തത്. ലോറിയിൽ പൈസ ഇല്ലയെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഞാൻ ചിക്ബലാപൂർ എന്ന സ്ഥലത്ത് നിർത്തി. അവിടെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു. ചിക്ബലാപൂർ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീടുണ്ട്. പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് നേരെ ഹൈവേ പോയി കൈ കാണിക്കാൻ തുടങ്ങി. ഒരു ബൈക്ക് വന്ന് നിർത്തി. അവൻ ചോദിച്ചാൽ എങ്ങോട്ടേക്ക്? ഞാനും പറഞ്ഞു എനിക്ക് ഹിന്ദുപുരയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. ഹിന്ദുപുരയിൽ ആ സമയത്ത് എൻ്റെ മനസ്സിൽ. പക്ഷേ പിന്നീട് ഞാൻ നേരെ ഹൈദരാബാദിലേക്ക് മാറ്റിയതാണ്. അപ്പം അവൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത സ്ഥലം വരെ ഉണ്ട്, ബാഗേപ്പള്ളിയിൽ ഡ്രോപ്പ് ചെയ്യാൻ തോന്നും. അവൻ ഓക്കെ. അങ്ങനെ അവൻ്റെ ഒരു പൾസർ 220 ആയിരുന്നു അവൻ്റെ വണ്ടി. ഞാൻ ആ ഹൈവേയിൽ അരമണിക്കൂർ കുത്തിപ്പിടിച്ചിട്ട് എനിക്ക് ആ വണ്ടി കിട്ടിയത്. എൻ്റെ കയ്യിൽ സെൽഫി സ്റ്റിക്കൊക്കെ ഉണ്ട്, ബാഗുണ്ട്, പിന്നെ എൻ്റെ അടുത്തൊരു സ്ലീപ്പിംഗ് ബാഗുണ്ട്. ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ദുബൈയിൽ നിന്ന് യൂറോപ്പ് യാത്രയ്ക്ക് പോകാൻ വേണ്ടി വാങ്ങിയ സ്ലീപ്പിംഗ് ബാഗാണിത്. ഈ ടെൻറ്റും കേരള ടു യൂറോപ്പ് ബൈക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് 2017 ഞാൻ വാങ്ങിയ സാധനങ്ങളിൽ ഇത് ഞാൻ ആദ്യമായിട്ട് എടുത്തത് കേരള ടു നേപ്പാൾ യാത്രക്കായിരുന്നു. ബൈക്കിൽ ഞാൻ യാത്ര തുടങ്ങി. 50 കിലോമീറ്റർ കഴിഞ്ഞു. ഞാനങ്ങനെ ഹിന്ദുപുരെത്തി. പോകുന്ന വഴിക്ക് അദ്ദേഹം, ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മൂപ്പർ ഭയങ്കര എന്നെ ഹെൽപ്പ് ചെയ്തു, വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ സഹായിച്ചു. ഹിന്ദുപുരത്ത് ഞാൻ ഇറങ്ങി. മൂപ്പരോട് ഞാൻ നന്ദി പറഞ്ഞു, ടാറ്റ പറഞ്ഞു. മൂപ്പരുടെ കൂടെ ഒരു ഫോട്ടോസ് എടുത്തു. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവൻ വന്നിട്ട് അവനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ്. പിന്നെ മനസ്സിൽ വിഷമമുണ്ട്. അപ്പോൾ അവന് ചോദിച്ചാൽ ഫാമിലി ഇഷ്യൂസോ മറ്റോ ആണോ എന്ന് അവരെ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഒന്നുമല്ല, ഇതാണുള്ളത്. എനിക്ക് യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. ഞാനങ്ങനെ അവിടെ നിന്ന് ഹൈവേയിൽ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഷാക്കിർ ഈ ഗാഡി ജാരെ, ഹിന്ദി കേട്ടോ അവർ സംസാരിക്കുന്നത്, ഗാഡി ജാരെ ഹൈദരാബാദ് ജാരെ തും ഉസ്കെ സാത്ത് ജാവുണ്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹൈദരാബാദ് പോകാൻ വണ്ടിയായാലോ. അങ്ങനെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട് ഈ ബാഗേപ്പള്ളിയുടെ അടുത്ത്, കർണാടക ആന്ധ്ര ബോർഡറിൻ്റെ അടുത്ത് ടോൾ ഗേറ്റ് വരുന്നത്. അങ്ങനെ ആ ടോൾ ബൂത്തിൽ ഏകദേശം 2:30 മണിയോടുകൂടി ഞാൻ എത്തി. പിന്നെ ലോറി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ലോറി വന്നു. ഞാൻ അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. ലോറി വന്നു. ലോറി അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും ഓടിച്ചാടി കയറി. എൻ്റെ കസിൻ അവരോട് പറഞ്ഞിരുന്നു ഇവനിങ്ങനെ ഹൈദരാബാദിലേക്കാണ്, അവനവിടെ ഇറക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ചിക്ബലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഹൈദരാബാദിലേക്ക് ചരക്ക് കൊണ്ടുവന്ന വണ്ടിയായിരുന്നു. ഒരു ടെമ്പോ ട്രാവലർ പോലത്തെ വണ്ടി. നല്ല താടിയൊക്കെ വെച്ച് നല്ല അടിപൊളി ഡ്രൈവർ. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഉറുദു ഫ്ലുവൻ്റായിട്ട് അറിയാം. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അപ്പം യാത്രയൊക്കെ പറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ആ സമയത്ത് മല്ലു ട്രാവലർ അല്ല, ഷാക്കിറാണ്. മല്ലു ട്രാവലർ എന്നൊരു ഫേസ്ബുക്ക് പേജ് എനിക്കുണ്ടായിരുന്നു. അതിൽ ഞാൻ യാത്രയുടെ വിവരണങ്ങൾ എഴുതുന്നതന്നേ ഉള്ളൂ. ഒരു തരത്തിലുള്ള വീഡിയോസും ഞാൻ എടുക്കാറില്ല. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു, iPhone 6. ഈ iPhone 6 ഞാൻ എന്ത് ചെയ്യും, ചെറിയ ക്ലിപ്പുകളൊക്കെ എടുക്കുന്നുണ്ട് പോകുന്നതൊക്കെ. കാരണം വെറുതെ ഒരു പഴയ ഒരു ഫുട്പാത്തിൽ നിന്ന് വാങ്ങിയ ഒരു സെൽഫി സ്റ്റിക്കും ഒരു ഐഫോണും ക്ലിപ്പുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് എപ്പോഴെങ്കിലും യൂട്യൂബിൽ ഇടാമെന്നുള്ള പ്ലാനിൽ. പിന്നെ അങ്ങനെ ആ വണ്ടിയിൽ കയറി ഞങ്ങളങ്ങനെ ഈ വണ്ടി ഇങ്ങനെ കുതിര പോകുന്ന പോലെ ഇങ്ങനെ ജും 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 ഇങ്ങനെ പോവാം. കുതിര ഇങ്ങനെ പോകുന്ന പോലെ. കാരണം പുറകിൽ ലോഡാണ്. അപ്പോൾ ഇങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കും. പിപ്പി സൗണ്ട് ഉണ്ടാവും ഫ്രണ്ടിൽ. നല്ല റോഡാണ്, നല്ല അടിപൊളി റോഡാണ്. പക്ഷേങ്കിൽ കുലുങ്ങിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ. പോകുന്ന വഴിയിൽ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. അദ്ദേഹം പറഞ്ഞൊരു മലയാളിയുടെ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു, പൊറോട്ടയൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് മനസ്സിൽ പേടിയുണ്ടായിരുന്നു അവർ പൈസ ചോദിക്കുന്നു. എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. ക്യാഷ്ലെസ് ട്രാവലാണ്. ശരിക്കും ഒരു ഭിക്ഷക്കാരൻ അങ്ങനെയും പറയാം. വലിയ തെറ്റൊന്നുമില്ല. നമുക്ക് ഒരാളുടെ അടുത്ത് നമുക്ക് ലിഫ്റ്റോ അല്ലെങ്കിൽ ഫുഡോ നമുക്ക് ചോദിച്ച് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ തെറ്റൊന്നുമില്ല അതിൽ. പക്ഷേങ്കിൽ അതിലൊരു വ്യത്യാസമുള്ളൂ, നമ്മൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചോദിക്കണം.
എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന, ഞാനിതാ ബാംഗ്ലൂരേക്ക് ലിഫ്റ്റ് അടിച്ച് വരുന്നേ, എനിക്ക് ബാംഗ്ലൂരിൽ റൂം വേണമേ. അത് പാടില്ല. അത് നമ്മൾ മുൻകൂട്ടി ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ സേഫ് ആക്കിയിട്ട് നമ്മൾ പോകണം. അതിന് ത്രില്ലില്ല. നേരെ മറിച്ച് ഞാൻ പോകുന്ന വഴിയിൽ കാണുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ആൾക്കാരോട് ഞാൻ സഹായം ചോദിക്കുന്നു, അത് തെറ്റില്ല. നിലവിൽ നമുക്ക് നേരിട്ട് കാണുന്ന ആൾക്കാരോട് നമുക്ക് സഹായങ്ങൾ ചോദിക്കാം, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു ലോറിയിൽ ഇങ്ങനെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം പുലർച്ചെ ഒരു 4 മണിക്ക് ഹൈദരാബാദ് എത്തി. ഹൈദരാബാദ് പുറത്ത് ഔട്ടർ റിംഗ് റോഡിലെത്തി. അപ്പം ഞാനങ്ങനെ അവരോട് ടാറ്റ പറഞ്ഞു, സലാം പറഞ്ഞു. ഞാൻ ഇറങ്ങി റിംഗ് റോഡിനടുത്ത് പോയി. നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെ എത്തുമ്പോൾ എന്തോ ഭാഗത്തിന് മഴയിൽ കുറച്ച് കുറവ്. അപ്പോൾ റിംഗ് റോഡിൻ്റെ അവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. ആ ടോൾ ബൂത്തിൻ്റെ അവിടെ പുലർച്ചെ 4 മണിക്ക് ഞാൻ ഇങ്ങനെ നിന്നു. അതിനിടയിൽ എൻ്റെ മനസ്സിന് നല്ലൊരു പേടി വന്നു. കാരണം എന്താ വെച്ചാൽ ഈ എന്നെ കൊണ്ടാക്കിയ ലോറി ഡ്രൈവറില്ലേ, മൂപ്പർ എന്നോട് ഇങ്ങനെ പറയുന്നതാണ്, നീ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നത് നീ പേടിക്കണം. കാരണം പോകുന്ന വഴിക്ക് ഒരുപാട് കള്ളന്മാരുണ്ടാവും. സൗത്ത് ഇന്ത്യയിലെ ഡ്രൈവർമാരെ പോലെയല്ല നോർത്ത് ഇന്ത്യയിലെ ഡ്രൈവർമാർ. അവിടെ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ നിൻ്റെ മൊബൈൽ മുതൽ നിൻ്റെ ബാഗ് വരെ അവർ അടിച്ചു മാറ്റി കൊണ്ടപ്പോൾ ലോറിയിൽ കയറ്റി കൊണ്ടപ്പോൾ എവിടെയും ഇറക്കി നിന്നെ വിടും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ തരാൻ തുടങ്ങി. പിന്നെ അവർ ചില പ്രത്യേക തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കും വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർമാർ. അപ്പോൾ നീ അവരെ കെയർ ചെയ്യണം. അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി. പഠിച്ചോനെ എനിക്ക് നല്ല പേടി. ഞാനങ്ങനെ അവിടെ ഔട്ടർ റിംഗ് റോഡിലെത്തി. അവിടെ ലോറി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, തമിഴ്നാട് വണ്ടികൾ ഒരിക്കലും നമുക്ക് ലിഫ്റ്റ് തരില്ല, വളരെ കുറവാണ്. തമിഴ്നാട്ടുകാർക്ക് അക്കാര്യത്തിൽ കുറച്ച് ജാഗ്രതയും കുറച്ച് പേടിയും കൂടുതലാണ്. അവരൊരിക്കലും അന്യരെ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിന് അവരൊരിക്കലും ലിഫ്റ്റ് കൊടുക്കാൻ നിൽക്കില്ല. ഞാൻ വണ്ടി കാണിച്ചു. വണ്ടി വരുന്നു കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാടു. കേരള വണ്ടിയില്ല. കേരള വണ്ടി ഉണ്ടെങ്കിൽ ചേട്ടോ എന്ന് വിളിച്ചാൽ അങ്ങ് നിർത്തി തരുമല്ലോ. ഒറ്റ കേരള വണ്ടിയില്ല. 1.5 മണിക്കൂർ എങ്ങാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. മഴയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. വണ്ടികൾ നിർത്തുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി പഠിച്ചോനെ എന്താ ചെയ്യാം, ടെൻ്റ് അടിച്ചാലോ അവിടെ കിടന്നാലോ. അങ്ങനെ നോക്കുമ്പം ഒരു വണ്ടി, ഒരു UP വണ്ടി ഇങ്ങനെ വന്നു എൻ്റെ അടുത്ത് നിർത്തി, ടോൾ കൊടുക്കാൻ നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയ്യ ആപ് കാ ജാ രഹേ വെച്ചു. എന്നോട് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞു മുझे നാഗ്പൂർ ജാനായെന്നാണ്. നാഗ്പൂർ മീൻസ് അവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂരിൽ നിന്ന് അങ്ങനെയാണ് പിന്നെ ഞാൻ പ്ലാൻ ചെയ്തത്. നാഗ്പൂരിൽ നിന്ന് പിന്നെ അയോധ്യ വഴി അങ്ങനെ പ്ലാൻ ചെയ്തത്, UP പോയിട്ട്. അവർ പറഞ്ഞു അതിൽ ഡ്രൈവർ ക്ലീനറെ വണ്ടി ഓടിച്ചാൽ അവൻ എന്നെ നോട്ടം നോക്കി. ഞാൻ നോക്കുമ്പോൾ താടിയൊക്കെ ഇതായി കുളിക്കാത്തൊരു ഐറ്റം. മൊത്തം വസ്ത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടെന്ന് വെച്ചാൽ വസ്ത്രങ്ങളൊക്കെ അഴുക്ക് പിടിച്ചിട്ട് കുളിക്കാത്തൊരു മനുഷ്യൻ ഡ്രൈവർ. ഞാനിങ്ങനെ നോക്കി. എന്നോട് നോട്ടം നോക്കി. എൻ്റെ ബാഗൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു ആജാവെന്ന് പറഞ്ഞു. ആജാവെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഇവനെന്തിനാ എന്നോട് ആജാവ് പറഞ്ഞത്? ആജാവ് എന്ന് വെച്ചാൽ കയറിക്കോ. എന്നെ അറിയാത്തൊരു വ്യക്തി ഞാൻ കയറട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും കയറിക്കോ എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് പേടിയാന്ന് പറയും. മൊത്തം ഇരുടാണേ, പുലർച്ചെയാണ്, വണ്ടിയുടെ ഉള്ളൊന്നും എനിക്ക് കാണുന്നില്ല. അതിൻ്റെ അകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. മതി ഇരുന്നിടത്ത് വെച്ചിട്ട് കാണാം. ഞാൻ അങ്ങനെ പോയി എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് എടുത്ത് ഉള്ളിലേക്ക് എറിഞ്ഞു കൊടുത്തു. ടെൻ്റെ ഉള്ളിലേക്ക് എറിഞ്ഞു കൊടുത്തു. ചെറിയൊരു ബാഗുണ്ട്, ബാഗ് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം ഉള്ളിലായി. ഞാൻ പുറത്തു. ഞാനും കയറി. അവൻ പിടിച്ച് ഉള്ളിൽ കയറ്റി. ഇതിലാണെങ്കിലും വൃത്തികെട്ട വേണം. അപ്പം എനിക്കൊന്നും അറിയുന്നില്ല, കണ്ണൊന്നും കാണുന്നില്ല, കാരണം ഫുള്ള് ഇരുടാണ്. 2 ആൾ ഉള്ളിലുണ്ട്. അവർ തമ്മിൽ എന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലെന്താ അറിയും, കുറച്ചാണ് ഇവരെന്നെ പിടിക്കാനാണോ, ഇവരെന്നെ കൊല്ലാനാണോ, മോഷ്ടിക്കാനാണോ, അല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും ആണോ എന്നെ കൊണ്ടുപോകുന്നത്? കാരണം ഇവർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഹിന്ദി എനിക്കറിയാം. ഇവർ ഉത്തർപ്രദേശിലെ ഏതോ ഒരു പ്രാദേശിക ഭാഷ ഭയങ്കര സ്പീഡിലൊക്കെ പറയുന്നത്. അപ്പം നല്ല പേടിയായി. ഞാൻ ആ ലോറിയുടെ ഇടത്തെ മൂലക്ക് ഒതുങ്ങിയിരുന്നു. ഇവർ രണ്ടുപേരും വളരെ ചർച്ച ചെയ്യുന്നു. എനിക്കാണ് നല്ല ഉറക്കക്ഷീണമുണ്ട്. തലേന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഇത് പുലർച്ചെ ആവുകയും ചെയ്തു. അപ്പോൾ ഇവർ ഹൈവേയിൽ ഇങ്ങനെ പോകുന്നു, ഉറക്കവും വരുന്നുണ്ട്, പേടിയും, കണ്ണു പൂട്ടാനും മടി. ഇവരെന്നെ എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടിയും. വെളിച്ചമില്ല, ലോറിക്കുള്ളിൽ എന്താ ഉള്ളത്, ലോറിയിലുള്ള ആൾക്കാരുടെ മുഖം പോലും മര്യാദയ്ക്ക് കാണുന്നില്ല. അങ്ങനെ പേടിച്ചിരുന്ന് വണ്ടി ഇങ്ങനെ ഹൈദരാബാദിൻ്റെ ഔട്ടർ റിംഗ് റോഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പെട്ടെന്ന് ഒരു സ്ഥലത്ത് അവർ വണ്ടി സൈഡാക്കി. ഞാനിങ്ങനെ കണ്ണ് ചിമ്മുന്നുണ്ട്. ഉടനെ വണ്ടി നിർത്തുന്ന ഞാൻ പെട്ടെന്ന് എണ്ണീറ്റ് നോക്കി. അപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മുടെ മുമ്പത്തെ വണ്ടിയിൽ ഡ്രൈവർ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. കാരണം അവർ പറഞ്ഞിരുന്നു നിന്നെ എവിടെയും സൈഡാക്കിയിട്ട് നിന്നെ തട്ടിയാൻ കിട്ടുന്ന സാധനങ്ങൾ തോന്നുന്നു. ഞാനാണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെയൊന്നുമല്ല, മെലിഞ്ഞിട്ട് എല്ലും തോലും പോലത്തെ ഒരു മുതലാണ്. ഞാൻ പറഞ്ഞു തീർന്നു.
കേരള ടു നേപ്പാളും തീർന്നു, എല്ലാം തീർന്നു. പക്ഷേ അന്ന് യൂട്യൂബും ഒന്നുമില്ല. അതുകൊണ്ട് തീർന്നാലും ആരും അറിയില്ല. അങ്ങനെ ഒരു ധൈര്യമുണ്ട്. ആരും അറിയില്ല, നാണം കെടില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ആണെങ്കിൽ പറ്റില്ലല്ലോ. ഒരുപാട് ആൾക്കാർ എന്നെ തെറി പറയാൻ കളിയാക്കാൻ വരും. പക്ഷെ അവരൊക്കെയാണ് എൻ്റെ വിജയം. കാരണം അവരുടെ മുമ്പിൽ നാണം കെടുമോ എന്ന് ആലോചിച്ചിട്ടെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് മാത്രമേ വീട്ടിൽ പടി കയറുള്ളൂ. പക്ഷെ അതല്ല, അവർ നിർത്തിയത് എന്നെ കൊള്ളടിക്കാനല്ല. അവർ നിർത്തിയത് അവർക്ക് റൂട്ട് മാറിപ്പോയി. അപ്പം ഞാൻ എൻ്റെ ഐഫോൺ മെല്ലെ പുറത്തെടുത്തു. അതുവരെ ഐഫോൺ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലായിരുന്നു, പേടിച്ചിട്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാലോ എവിടെയാണെന്നുള്ളത്. ഐഫോൺ പുറത്തെടുത്തിട്ട് ഞാൻ അവർക്ക് മുമ്പിൽ അത് മാപ്പ് ഓപ്പൺ ആക്കി ഞാൻ കാണിച്ചത്. ഭയ്യ ഈ റൂട്ട് പേ ജാന, ഈ റൂട്ട് പേ ജാന. അവർക്ക് ഹിന്ദി അറിയാം, പക്ഷെ അവർ തമ്മിൽ സംസാരിക്കുന്നത് വേറെ ഭാഷ കേട്ടോ. അങ്ങനെ ഞാൻ റൂട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവർ ഗൂഗിൾ മാപ്പ് റൂട്ട് വെച്ചിട്ട് അങ്ങനെ. പിന്നെ അവർക്കും സംഭവം ഉഷാറാണെന്ന്. കാരണം ഞാൻ റൂട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ഇവർക്ക് ഗൂഗിൾ മാപ്പ് എന്താ അറിയില്ലോ. അങ്ങനെ മെല്ലെ പോയി ഔട്ടർ റിംഗ് റോഡിൽ കയറി ഒരു സ്ഥലത്ത് വെളിച്ചം വന്ന് ലോറി നോക്കുമ്പോൾ ലോറിയുടെ ഉള്ളിൽ ഫുള്ള് മംഗലപ്പുഴ, ഫുള്ള് സോഫ. ഡ്രൈവർ ഇരിക്കുന്ന സീറ്റും ഗിയറിൻ്റെ അവിടെ ചെറിയൊരു ഗ്യാപ്പും ഇല്ലാതെ ബാക്കി മുഴുവൻ സോഫ തന്നെ എവിടെ വേണം കിടന്നുറങ്ങും. ഒരു 5-6 ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങും. ഒരു മൂലയിൽ അവരെ പാത്രങ്ങളുണ്ട്, ആ പാത്രങ്ങളിൽ ഭക്ഷണത്തിന് അവശിഷ്ടങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അടുപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പം ഇവർ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഭക്ഷണം ഏതായാലും സെറ്റാവും. അവരങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി. കാരണം നേരം വെളുത്ത് ഒരു ഡ്രൈവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ്. പിന്നെ 6 ആൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന സോഫയാണ് ഞാൻ പറഞ്ഞു. ഒരാൾ അങ്ങേ മൂലൊക്കെ ചുരുണ്ടു, ഒരാൾ നടുവിൽ ചുരുണ്ടു, ഞാനിങ്ങേ മൂലൊക്കെ ചുരുണ്ടു. എൻ്റെ ബാഗൊക്കെ സുഖമായിട്ട് മുകളിൽ വെച്ചിട്ടുണ്ട്. കിടന്നുറങ്ങി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റപ്പോഴാണ് ശരിക്കും ഞാൻ ഈ വ്യക്തികളെ പരിചയപ്പെടുന്നത്. അതുവരെ ഞാൻ ഇവരെ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വരുന്നോ ഒന്നും ഇവർക്കറിയില്ല. ഞാൻ ഇവരെ പരിചയപ്പെടുന്നില്ല. കാരണം എനിക്ക് പേടിയല്ലേ, ഫസ്റ്റ് പരിചയപ്പെടാതിരിക്കാൻ കാരണം എനിക്ക് പേടിയായിരുന്നു, ആരാന്നറിയില്ലോ. അപ്പം എൻ്റെ നോട്ടം നോക്കി ഒരാളിങ്ങനെ നല്ല സ്റ്റൈലൻ ചെക്കെന്ന് പറയാൻ പറ്റുന്നില്ല, കുളിക്കാത്ത നനക്കാത്ത 2 ആൾക്കാർ. കുളിച്ചിട്ടേ ഇല്ല. ആ സ്മെല്ല് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ യാത്രയിൽ ഞാൻ ഇവരെ പിരിയുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇവരെന്തുകൊണ്ട് കുളിക്കുന്നില്ല. അതുപോലെ എന്താണ് ഇവരുടെ മഹാത്മ്യം. 2 വ്യക്തികളെ, അവരുടെ മനസ്സെന്താണെന്ന് ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായി. ശരിക്കും ഞാൻ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ പരിചയപ്പെട്ടു. മേരാ നാം ഷാക്കിർ ഹേ. അവർ പറഞ്ഞു മേരാ നാം സഫർ ഹേ. ഒരാളുടെ പേര് സഫർ എന്നാണ്, പിന്നെ മറ്റൊരാളുടെ പേര് സമ്മർ എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ പിന്നെ സമ്മർ എന്നാണ് അവർ പേര് പറഞ്ഞത്. 2-3 പേര് ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പേരും 2 ടൈപ്പ് ക്യാരക്ടർ. കുളിയുടെ കാര്യത്തിൽ 2 പേരും സെയിമാണ്, ബാക്കി 2 പേരും 2 ക്യാരക്ടറാണ്. അപ്പം നേരെ ഒരു സൈഡിൽ നിർത്തി കിടന്നൊക്കെ ഉറങ്ങി എഴുന്നേറ്റു. ചെറിയൊരു പാനി ഉണ്ടായിരുന്നു. ആ പാനിയിൽ പുറത്ത് പോയി വായിലിട്ടൊന്ന് നോക്കിയാക്കി ചില പല്ല് തേച്ചു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാനും അവരെ പോലെ കുറച്ച് വായിലിട്ടു നോക്കിയാക്കി ഞാനും പല്ല് തേച്ചു. ബ്രഷും പേസ്റ്റില്ലാതെ ഒരു കപ്പ് വെള്ളം കൊണ്ട് എങ്ങനെ പല്ല് തേക്കാം എന്ന് ഞാൻ പഠിച്ചു. അപ്പം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നേപ്പാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർ നേപ്പാളിലേക്കാണ് പോകുന്നത് വെച്ചിട്ട് ഏത് റൂട്ട് വഴിയാണ് പോകണത്? ഞാൻ പറഞ്ഞു ഇവിടെ നാഗ്പൂർ പോകണം, നിങ്ങളെന്നെ നാഗ്പൂർ ഡ്രോപ്പ് ചെയ്താൽ മതി. നാഗ്പൂരിൽ നിന്ന് എനിക്ക് പോകേണ്ട അയോധ്യയിലേക്കാണ്, ഉത്തർപ്രദേശിൽ അയോധ്യ. അയോധ്യയിൽ നിന്ന് നേരെ ഗോരഖ്പൂർ പോകണം, ഗോരഖ്പൂരിൽ നിന്ന് നേപ്പാളിലേക്ക് കിടക്കണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ UP-യിലേക്കാണ് പോകുന്നത്. എന്നുവെച്ചാൽ അവർ പോകുന്നത് എവിടത്തേക്കാണ്? ഉത്തർപ്രദേശിലേക്ക്. എവിടത്തേക്ക്? അയോധ്യയിലേക്ക്. അവർക്ക് പോകേണ്ടത് അയോധ്യയിലേക്കാണ്. പക്ഷേങ്കിൽ ഒരു പ്രശ്നമുണ്ട്, അവരുടെ വണ്ടിയിൽ നിറയെ ചരക്കുകളാണ്. അപ്പം കേരളത്തിലെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ ചരക്കെടുത്ത് വരുന്ന വരുത്താം. ആ ചരക്ക് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് പോകുന്ന വഴിക്ക് ഒരുപാട് സംസ്ഥാനങ്ങളിലെ പല സ്ഥലങ്ങളും തട്ടി മാത്രമേ അവർ എത്തുള്ളൂ. എന്ന് വെച്ചാൽ ആ ഒരു ഹൈദരാബാദിൽ നിന്നും അയോധ്യ എത്താൻ മിനിമം ഒരു 4 ദിവസം അവർക്ക് പോകണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഐ ആം സോ ഹാപ്പി. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല ബായി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊരു നോട്ടം നോക്കി. അപ്പോൾ ആ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഇവനെ ഇവിടുന്നാണ് വലിഞ്ഞേറി വന്നേ എന്നുള്ളൊരു നോട്ടമായിരുന്നു. അതായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ധാബയുടെ അടുത്ത് നിർത്തി. ധാബയുടെ അടുത്തെത്തിയിട്ട് നോക്കുമ്പം ഞങ്ങളൊക്കെ ഫുഡൊക്കെ ഇറങ്ങി. നല്ല രസമാണ്. ഈ ധാബയുടെ ഒരു സൈഡ് ഒരു കുളമുണ്ടാവും. അത് ഈ ലോറിക്കാരുടെ ധാബയാണ്. നിങ്ങൾ ബൈക്ക് എടുത്ത് പോയാലോ കാർ എടുത്ത് പോയാലോ ബസ് എടുത്ത് പോയാലോ എന്തെടുത്താലും നിങ്ങൾക്ക് ധാബ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ലോറിക്കാർക്ക് വേണ്ടിയുള്ള ധാബയാണ്. അവിടുത്തെ പ്രത്യേകത അവിടുത്തെ ഭക്ഷണത്തിൻ്റെ വിലയും അവിടുത്തെ നമുക്കുള്ള ഫെസിലിറ്റീസും, നമുക്ക് ഉറങ്ങാൻ ചൂരിൽ കൊണ്ട് കെട്ടി അല്ലെങ്കിൽ ചൂടി കൊണ്ട് കെട്ടി കട്ടിലുണ്ടാവും ഓരോ ധാബയിലും.
ഒരു 5-10 കട്ടിലുകൾ നിരത്തിയിട്ട് ഇട്ടിട്ടുണ്ടാവും ലോറി ഡ്രൈവേഴ്സിന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിലൊരു കുളം, സിമെൻറ്റിൻ്റെ ഒരു കുളം ഉണ്ടാവും. ആ കുളത്തിൽ പിന്നെ വലിയ വൃത്തിയൊന്നുമില്ലാതെ വെള്ളം ഉണ്ടാവും, നമുക്ക് അതിൽ നിന്ന് കോരി കുളിക്കാം. അതുപോലെ ഭക്ഷണം നല്ല റൊട്ടി, അത് ഉള്ളി ഒക്കെയുള്ള ഭക്ഷണങ്ങളുണ്ടാവും. ഓരോ സംസ്ഥാനങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. മഹാരാഷ്ട്രയിലെ പോലെയല്ല നമുക്ക് പിന്നെ UP-യിലോ അതുപോലെ MP-യിലോ കാണും. ഓരോ സംസ്ഥാനങ്ങളിലും ഭക്ഷണത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. പക്ഷേങ്കിൽ ഇത് ഈ ഒരു തന്തൂരി റൊട്ടി അത് എല്ലാ സ്ഥലത്തും സെയിം ആട്ടോ. നമ്മളങ്ങനെ അവിടെ ഇറങ്ങി ഇവരെയും മെല്ലെ പിന്നെ അപ്പുറമൊക്കെ പോയി. ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റില്ല, കാരണം ഈ ധാബകളിലൊന്നും ടോയ്ലറ്റ് ഉണ്ടാവില്ല കേട്ടോ. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പുറത്താണ്. ഞാനത് വഴിയേ പറഞ്ഞുതരാം, അത് വലിയൊരു കോമഡി ഉണ്ട് അതിൻ്റെ പുറകിൽ. അവിടെ പോയി ഹോട്ടലിൽ പോയി ചൂടുള്ള കസേരയിൽ പോയിരുന്നു. ഇവർ രണ്ടാളും പോയിരുന്നു. എനിക്ക് മടിയായി, കാരണം പടച്ചോൻ എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. പൈസ ഇല്ലാതെ ഞാൻ പോയിട്ട് ഇപ്പോൾ ഇവർ കഴിക്കുന്നു, ഞാൻ അവരുടെ കൂടെ കഴിച്ചാൽ പൈസ കൊടുക്കണ്ടേ? എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഇവരോടിപ്പോൾ ഞാനെങ്ങനെ ഭക്ഷണത്തിന് നോക്കുക? വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയം, എന്ത് ചെയ്യാനെന്നറിയില്ല. നല്ല വിശപ്പുണ്ട്. സമയം രാവിലെ 11 മണി. തലേന്ന് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചതാണ് ഉച്ചയ്ക്ക്. 2 മണിക്ക് വണ്ടി കയറുമ്പോഴേ കഴിച്ചതാണ്. പിന്നെ രാത്രി ഞാൻ ലേറ്റായിട്ട് ആ ഡ്രൈവർമാരുടെ കൂടെ ഒരു പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കഴിച്ചിട്ടില്ല, വേറെ ഒരു സാധനം കഴിച്ചത്. നല്ല വിശപ്പുണ്ട്, എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇവിടുന്ന് അയോധ്യ വരെ ലോറിയിലെ ഒരു ലോറിയിലുള്ള എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ലോറിക്കാരെന്താണ്, എങ്ങനെയുള്ളവരാണ് എന്നുള്ളത് അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.